പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രി 10ാം ക്ലാസ്സിന്റെ കെമിസ്ട്രി ആദ്യ ചാപ്റ്റർ നമ്മൾ 1ഉം 2ഉം പാർട്ടായിട്ട് അവിടെ വീഡിയോ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിന് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ഇത് അതിന്റെ മൂന്നാമത്തെ പാർട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ടാണ്. ഈ പാർട്ടോടുകൂടി ഈ ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ ഈ പാർട്ട് കാണുന്നതിന് മുമ്പ് എല്ലാവരും ഫസ്റ്റും സെക്കൻഡും പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് ഒന്ന് കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇതിന് മുമ്പ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തി ഒരു എലമെന്റ് അല്ലെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, അതിന്റെ സബ്ഷെല്ലുകൾ എങ്ങനെയാണ്, സബ്ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെങ്ങനെ ചുരുക്കി എഴുതാം എന്നുള്ളത് പറഞ്ഞു, എങ്ങനെ കണ്ടൻസ് ചെയ്ത് എഴുതാം. പിന്നെ രണ്ട് എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ വ്യത്യാസമുണ്ട്, അത് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ആ ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ എലമെന്റുകൾ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്നിട്ട് അതിന്റെ പീരീഡ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ പീരീഡ് നമ്പർ എല്ലാം കണ്ടുപിടിക്കുന്നത് വരെയൊക്കെ എല്ലാ എലമെന്റിനും സെയിം ആണ്. പക്ഷെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഓരോ ബ്ലോക്കിലെ എലമെന്റ്സിനും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്ന രീതി വ്യത്യസ്തമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആദ്യം എസ് ബ്ലോക്കിന്റെ കാര്യം നമുക്ക് എടുത്തു നോക്കാം. എസ് ബ്ലോക്ക്, അതായത് നമ്മൾ പോകുന്നത് എസ് ബ്ലോക്ക്. നമ്മൾ പറഞ്ഞു എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉം ഗ്രൂപ്പുകളിലെ എലമെന്റുകളെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് എസ് ബ്ലോക്ക് എലമെന്റ്സിനാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആയത് എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ അതിന്റെ പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ലിഥിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. 1s2 2s1. എപ്പോഴും ലിഥിയം തന്നെ ആദ്യം എടുക്കുന്നത് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് 3 ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാകുന്നതിനാണ്. ഇപ്പൊ ലിഥിയം 2-3 വട്ടം ആയിട്ടുണ്ട്. 1s2 2s1. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിപ്പോ എല്ലാം ഒന്നെന്ന് കണ്ടുപിടിച്ചു തരാം. ബ്ലോക്ക് എസ് ബ്ലോക്ക് ആണ്, കാരണം അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കാരണം എസ് ബ്ലോക്ക് എലമെന്റ്സ് മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ. കാരണം അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് പോകുന്നത് അതായിരിക്കും അതിന്റെ ബ്ലോക്ക്. അപ്പൊ ഇവിടെ എസ് ബ്ലോക്ക്. ഇനി ഇതിന്റെ പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ പീരീഡ് നമുക്കറിയാൻ പറ്റും. ഏറ്റവും കൂടിയ ഷെൽ നമ്പർ ഇവിടെ 1 2 ഷെൽ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും കൂടിയ ഷെൽ നമ്പർ 2 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ പീരീഡ്, ലിഥിയം ഉൾപ്പെടുന്ന പീരീഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പീരീഡ് ആയിരിക്കും. ലിഥിയം ഉൾപ്പെടുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിഥിയം ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലിഥിയം എസ് ബ്ലോക്കിലായതുകൊണ്ട് തന്നെ എസ് ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. അതാണ് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ. ഇവിടെ കാണുന്ന 2 എസ് സബ്ഷെല്ലാണ് 1s 2s. ഇതിൽ ഔട്ടർ മോസ്റ്റ് ഏറ്റവും വെളിയിലുള്ള എസ് സബ്ഷെൽ എന്ന് പറയുന്നത് 2s ആണ്. ആ 2s ഏറ്റവും വെളിയിലുള്ള സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, അതായത് 1, അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പൊ ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അപ്പോൾ അതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ എന്ന് പറയുമ്പോൾ അവിടെ 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകളല്ലേ വരത്തുള്ളൂ. നമ്മൾ എസ് ബ്ലോക്ക് പറഞ്ഞപ്പോഴും അതാണ് പറഞ്ഞത്. 1 അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകളിലെ 1ഓ 2ഓ ഗ്രൂപ്പിലെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലും ഒന്നുകിൽ 1 അല്ലെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോണുകളെ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ 1 ഇലക്ട്രോണുകൾ, അതുകൊണ്ട് ഇവിടുത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 ആണ്. സോഡിയത്തിന്റെ കാര്യം നോക്കാം. 1s2 2s2 2p6 3s1. ഇവിടെ നമുക്കറിയാം എസ് ബ്ലോക്ക് ആണ്. ഓക്കെ, പീരീഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3, പീരീഡ് നമ്പർ 3, അതും നമുക്കറിയാം. ഇനി ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ, ഇവിടെ 1s ഉണ്ട് 2s ഉണ്ട് 3s ഉണ്ട്. ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ 3s ആണ്. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണോ അത് തന്നെ ആയിരിക്കും എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 1. അപ്പോൾ അടുത്തത് മഗ്നീഷ്യം നോക്കുമ്പോൾ 1s2 2s2 2p6 3s2. ഏറ്റവും ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതുകൊണ്ട് അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ 2. അതുകൊണ്ടാണ് ഈ കാൽസ്യം നോക്കുമ്പോൾ 1s2 2s2 2p6 3s2 3p6
4s2. അപ്പോൾ ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് 1s 2s 3s ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ 4s ആണ്. 4s എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇലക്ട്രോണുകൾ. അപ്പോൾ അവിടുത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അപ്പൊ ഇത്രയും അതിനകത്ത് കാര്യങ്ങൾ പറയുന്നുള്ളൂ. എസ് ബ്ലോക്കിലെ എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണോ അതായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകളിലെ വരത്തുള്ളൂ. അത് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുന്ന എസ് ബ്ലോക്ക് അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന ആൾക്കാർ. അപ്പൊ അതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നതിനുള്ള മെത്തേഡ്. അപ്പോൾ ഇനി ഈ എസ് ബ്ലോക്കിന്റെ ഒന്നിന്റെ പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. എസ് ബ്ലോക്ക് എലമെന്റ്സ് യൂഷ്വലായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എസ് ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം അയോണിക് ബോണ്ട് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ബോണ്ടുകൾ, അയോണിക് ബോണ്ട് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം അയോണിക് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സ് ആയിരിക്കും ഇവർ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. മാത്രമല്ല എസ് ബ്ലോക്ക് എലമെന്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷോ മെറ്റാലിക് ക്യാരക്ടർ, ലോഹ സ്വഭാവം കൂടുതലായി കാണിക്കുന്നവരായിരിക്കും എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ they have a less ionization and energy and less electronegativity. അയണൈസേഷൻ എനർജിയും കുറവായിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഈ എസ് ബ്ലോക്ക് എലമെന്റ്സിന് കുറവായിരിക്കും. അയണൈസേഷൻ എനർജി എന്താണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്നുള്ളത് 9ാം ക്ലാസ്സിൽ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിശദീകരിക്കാൻ നമ്മൾ മെനക്കെടുന്നില്ല. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സിന് എപ്പോഴും അയോണിക് ബോണ്ട് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അവർക്ക് എപ്പോഴും മെറ്റാലിക് ക്യാരക്ടർ, ലോഹ സ്വഭാവം കൂടുതലായിട്ട് കാണിക്കും. അവർക്ക് ലെസ് അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജ്ജം കുറവായിരിക്കും. ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി അവർക്ക് എപ്പോഴും കുറവായിരിക്കും. അത്രയുമാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യം. ഇനി നമുക്ക് പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ കുറച്ച് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സിലെ അല്ലെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇടുമ്പോൾ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണോ അതിന്റെ കൂടെ 12 കൂടി കൂട്ടുന്നതായിരിക്കും പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. ബോറോൺ 1s2 2s2 2p1 ലാസ്റ്റ് ഇലക്ട്രോൺ പി ബ്ലോക്കിൽ വന്നതുകൊണ്ട്, പി സബ്ഷെല്ലിൽ വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. പി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് അതിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ, ഇവിടെ ഒറ്റ പി സബ്ഷെല്ലേ ഉള്ളൂ, അതിൽ ഇലക്ട്രോണുകൾ എത്രയാണ് പോകുന്നത്, അതിന്റെ കൂടെ 12 കൂടി കൂട്ടുന്നത്, 12 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും 13, അതായിരിക്കും ബോറോണിന്റെ അല്ലെങ്കിൽ ബോറോൺ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ 13ാമത്തെ ഗ്രൂപ്പിലെ അംഗമാണ് ബോറോൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3. ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 3, അതിന്റെ കൂടെ 12 കൂടി കൂട്ടുന്നതായിരിക്കും ആ ബോറോൺ അല്ലെങ്കിൽ നൈട്രജൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രജൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് 15. നിയോൺ നോക്കിക്കഴിഞ്ഞാൽ നിയോൺ 1s2 2s2 2p6, ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ. ആ 6 ഇലക്ട്രോണിന്റെ കൂടെ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെ കൂടെ 12 കൂട്ടുന്നതായിരിക്കും പി ബ്ലോക്ക് മൂലകങ്ങളെ, പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ, ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ, അതിന്റെ കൂടെ 12 കൂട്ടി കഴിഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 18 ആയിരിക്കും. ക്ലോറിൻ ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ക്ലോറിൻ നോക്കിക്കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ്, ഇവിടെ 2 പി സബ്ഷെല്ലുകൾ, നമ്മൾ എപ്പോഴും നോക്കുന്നത് ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 5, അതിന്റെ കൂടെ 12 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 17 കിട്ടും. 17 ആണ് ക്ലോറിൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ്. ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 12 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 13നും 18നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. കാരണം പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ എലമെന്റ്സ് ആണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. പറഞ്ഞ തന്നെ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 12 കൂട്ടുക. അപ്പോൾ 13 മുതൽ 18 വരെയുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. കാരണം പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെയുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ എലമെന്റ് ആയിരിക്കും തന്നിരിക്കുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സിലെ
അല്ലെങ്കിൽ പി ബ്ലോക്ക് എന്ന് പറയുന്നത് 13 മുതൽ 18 വരെയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ അതിനിടയ്ക്ക് തന്നെ ആയിരിക്കും. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പി ബ്ലോക്ക് എലമെന്റ്സ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ എലമെന്റ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ 3 സ്റ്റേറ്റിലും കാണപ്പെടുന്ന എലമെന്റ്സ് പി ബ്ലോക്കിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പി ബ്ലോക്കിൽ മാത്രമേ പി ബ്ലോക്കിലെ എലമെന്റ്സ് സോളിഡ് സ്റ്റേറ്റിൽ ഉള്ള എലമെന്റ്സ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ഉണ്ട്. വേറെ ഒരു ബ്ലോക്കിനും ഇത്രയും പ്രത്യേകതകളില്ല. മാത്രമല്ല ഇത് ഗ്രൂപ്പിന്റെ വലത്തെ അറ്റത്താണ്. അപ്പോൾ ഇതിന് എസ് ബ്ലോക്കിനെക്കാട്ടില് അയണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എല്ലാം എസ് ബ്ലോക്ക് എലമെന്റ്സിനെക്കാട്ടിൽ കൂടുതലായിരിക്കും പി ബ്ലോക്ക് എലമെന്റ്സിന് എന്ന് പറയുന്നത്. ഇത്രയും പ്രത്യേകതകൾ നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി പറയാനുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ എങ്ങനെയാണ് ആ പി ബ്ലോക്ക് എലമെന്റ്സിലെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആണ്. ഔട്ടർ മോസ്റ്റ് പി സബ്ഷനിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 12 കൂട്ടും. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്ന രീതി അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക? വളരെയധികം പ്രത്യേകതകളുള്ള ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ ബ്ലോക്ക് ആണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സില് അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത് ലാസ്റ്റ് ഷെല്ലിനും തൊട്ട് മുൻപുള്ള ഷെല്ലിലാണ്. അതായത് പെനാൽറ്റിമേറ്റ് ഷെൽ എന്ന് പറയും. അവസാനത്തെ ഷെല്ല് 4s ആണല്ലോ, പക്ഷെ ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്നത് നമുക്ക് എങ്ങോട്ടാണ്? 3D-ലേക്കാണ്. നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യത്തില് ടൈറ്റാനിയത്തിന്റെ എക്സാം നോക്കുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 4s2 3d2, അതായത് 4s നിറഞ്ഞിട്ട് 3D-ലേക്ക് നിറയത്തുള്ളൂ. ഞാനിത് അറേഞ്ച് ചെയ്ത് എഴുതിയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്നത് അവസാനത്തെ ഷെല്ലിനും തൊട്ട് മുമ്പുള്ള ഷെല്ല്. അവസാനത്തെ ഷെല്ല് 4ആണല്ലോ, 4ാമത്തെ ഷെല്ലല്ല, അതിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ നിറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡി സബ് ഷെല്ലിലെ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും അതിന് തൊട്ട് മുൻപുള്ള ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടെ കൂട്ടുന്നതായിരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ. ഒന്നുകൂടി പറയാം, അവസാനത്തെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും അതിന് തൊട്ട് മുമ്പിലെ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടെ കൂട്ടുന്നതായിരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ടൈറ്റാനിയത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവസാനത്തെ എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, അതിന് തൊട്ട് മുമ്പുള്ള ഡി സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, ടോട്ടൽ 4. ഇതായിരിക്കും ഇവിടുത്തെ ഗ്രൂപ്പ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ ഡി ബ്ലോക്കിന് കിട്ടുന്നത് 3നും 12 അടക്കമുള്ള വാല്യൂ ആയിരിക്കുമല്ലോ. മാഗ്നീസ് 1s2 2s2 2p6 3s2 3p6 3d5 4s2. അവസാനത്തെ എസ് സബ് ഷെല്ല് അതിന് തൊട്ട് മുമ്പുള്ള ഡി സബ് ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെ തുക ആയിരിക്കും 2 + 5 7 ആയിരിക്കും ഈ മാംഗനീസിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നിക്കൽ, അതിന്റെ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അതിന്റെ ഗ്രൂപ്പ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ എസ് സബ് ഷെല്ല് അതിന് തൊട്ട് മുമ്പുള്ള ഡി സബ് ഷെല്ല് 2 + 8 10 ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് സിങ്ക് നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ എസ് സബ് ഷെല്ല് 2 ഇലക്ട്രോൺ, അതിന് തൊട്ട് മുമ്പുള്ള ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺ, 2 + 10 12 ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് മനസ്സിലായല്ലോ. അവസാനത്തെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും അതിന് തൊട്ട് മുമ്പുള്ള ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടെ ചേരുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സം ആയിരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പീരീഡിലെ കേസല്ല, ഇത് ഒരേ പീരീഡിലുള്ള ഒരു ഗ്രൂപ്പിലെ കേസിൽ ഒരേ പീരീഡിലുള്ള കുറച്ച് എലമെന്റ്സിന്റെ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരേ പീരീഡിലുള്ള കുറച്ച് എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലായിടത്തും സെയിം ആണ്. കാരണം നോക്കിയേ, എല്ലായിടത്തും 4s2 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 4s2. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനും തൊട്ട് മുന്നിലുള്ള പെനാൽറ്റിമേറ്റ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എല്ലാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് യാതൊരു വ്യത്യാസവും അവിടെ വരുന്നില്ല. അതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും ഒരേ സ്വഭാവം കാണിക്കും. ആരാണ്? ഈ
ഡി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിൽ ഒരേ സ്വഭാവമാണ്. കാരണം അതിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആണ്. വേറൊരു ഗ്രൂപ്പിനും ഈ പ്രത്യേകത വരുന്നില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വേറെ എസ് ബ്ലോക്കിനോ ബി ബ്ലോക്കിനോ ഒന്നും ഈ പ്രത്യേകത വരുന്നില്ല. ഡി ബ്ലോക്കിന് മാത്രമേ ഈ പ്രത്യേകതകൾ വരുന്നുള്ളൂ. പിന്നെ ഇവയെ മറ്റൊരു പേരിലും നമ്മൾ അറിയപ്പെടുന്നുണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്നുള്ള പേരിലും നമ്മൾ അറിയപ്പെടുന്നുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. ട്രാൻസിഷൻ എലമെന്റ്സ് എന്നുള്ള പേരിൽ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ അറിയപ്പെടുന്നുണ്ട്, മലയാളത്തിൽ സംക്രമണ മൂലകങ്ങൾ. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതെല്ലാം മെറ്റൽസ് ആയിരിക്കും. ഡി ബ്ലോക്ക് എലമെന്റ്സിലെ എലമെന്റ്സ് എല്ലാം മെറ്റൽസ് ആയിരിക്കും. അതായത് നമ്മുടെ ഇടത്തെ സൈഡിൽ എസ് ബ്ലോക്ക് അതെല്ലാം മെറ്റൽസ് ആണെന്ന് പറഞ്ഞാൽ അതെല്ലാം മെറ്റൽസ് ആണ്. വലത്തെ സൈഡിൽ പി ബ്ലോക്ക് എല്ലാം നോൺ മെറ്റൽസ് ആണ്. അതായത് മെറ്റാലിക് ക്യാരക്ടറിൽ നിന്നും നോൺ മെറ്റാലിക് ക്യാരക്ടറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം അത് വരുന്നതെന്ന് പറയുന്നത് ഡി ബ്ലോക്കിലൂടെയാണ്. ഡി ബ്ലോക്കിന്റെ ഇടത്തെ സൈഡിലെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റൽസ്, വലത്തെ സൈഡിലോട്ട് പോകുന്നവരും മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. അവയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും ഒരേ സ്വഭാവം കാണിക്കുന്നവരാണ്. അപ്പോ നമ്മൾ ഇതിന്റെ അടുത്ത പ്രത്യേകത നോക്കാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നതിനുള്ള കാര്യം പറഞ്ഞത്. അതിനു മുമ്പ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്ന എക്സാമ്പിൾ നോക്കാം. അയണിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അയണിന് രണ്ട് കോമ്പൗണ്ടുകൾ FeCl2 FeCl3 രണ്ട് കോമ്പൗണ്ടുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടിലും അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം -1. അപ്പോൾ -1 ഉള്ള രണ്ട് ക്ലോറിൻ വരുമ്പോൾ ടോട്ടൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആയിരിക്കും. അപ്പോൾ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണെങ്കിൽ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു കോമ്പൗണ്ടിലെ എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളുടെ സമ്മ എന്ന് പറയുന്നത് തുക എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്ലോറിന് -1 വെച്ച് രണ്ട് ക്ലോറിൻ -2, അപ്പോൾ 0 ആണെങ്കിൽ ഇവിടെ അയണിന് +2 ആയിരിക്കും. ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വ്യത്യാസമൊന്നുമില്ല, -1 ആണ്, അത് പെർമനന്റ് ആണ്. -1 വെച്ച് 3 ക്ലോറിൻ ആകുമ്പോൾ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്ലോറിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3. അപ്പോൾ 0 ആണെങ്കിൽ അയണിന് എന്ത് വന്നേ പറ്റൂ, +3 ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയി. അപ്പോൾ അയണിന് രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് മനസ്സിലായി, Fe2+ Fe3+. ഇനി ഈ അയോണുകളുടെ അല്ലെങ്കിൽ അയോണുകളുടെ സബ്സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അയോണുകളുടെ സബ്സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ Fe2+ എന്ന് പറയുന്ന അയോൺ എന്ന് പറയുമ്പോൾ അയണിൽ നിന്ന് രണ്ട് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അയോണാണ് Fe2+ എന്ന് പറയുന്നത്. ആ രണ്ട് ഇലക്ട്രോൺ എവിടെ നിന്നാണ് നഷ്ടപ്പെടുന്നത് അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോൺ വന്ന് നിറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, സെല്ലുകളുടെ എനർജി കൂടി വരുന്ന ക്രമത്തിലാണ്. എന്നാൽ ഇലക്ട്രോണുകൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d6 അവസാനത്തെ ഇലക്ട്രോൺ വന്ന് നിറഞ്ഞത് 3d6ലാണ്. അപ്പോൾ രണ്ട് ഇലക്ട്രോൺ പോകുമ്പോൾ 3d6ൽ നിന്നാണ് രണ്ട് ഇലക്ട്രോൺ പോകുന്നത്. പക്ഷെ ഇലക്ട്രോൺ വന്ന് നിറയുന്ന ഓർഡറിലല്ല ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇലക്ട്രോൺ നിറയുന്ന ഓർഡറിലല്ല ഒരിക്കലും ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത്. ഇലക്ട്രോൺ വന്ന് നിറയുമ്പോൾ അവസാനത്തെ ഇലക്ട്രോൺ വന്ന് നിറഞ്ഞത് 3d6ലാണെങ്കിലും ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത് എപ്പോഴും ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നായിരിക്കും. ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 4s ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് എപ്പോഴും ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നുള്ളൂ. ഇലക്ട്രോണുകൾ വന്ന് നിറയുന്ന ഓർഡറിലല്ല ഒരിക്കലും ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ Fe2+ എന്ന് പറയുന്ന അയോണിന്റെ സബ്സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നമുക്ക് 1s2 2s2 2p6 3s2 3p6 3d6 എന്നായിരിക്കും. കാരണം 3dയിൽ നിന്ന് ഇലക്ട്രോണുകൾ പോകത്തില്ല, വന്ന് നിറയുന്ന ഓർഡറിലല്ലെന്ന് പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കത്തുള്ളൂ. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് മാത്രമേ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കത്തുള്ളൂ. നിറയുന്ന കേസ് വേറെയാണ്. അപ്പോൾ Fe3+ന്റെ അതും കൂടെ എഴുതി നോക്കിയാലോ. Fe3+ ആവണമെങ്കിൽ 3 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ 3+ എന്ന് പറയുന്ന അയോൺ ആവത്തുള്ളൂ. അപ്പോൾ 3 ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് ഏറ്റവും വെളിയിലത്തെ ഷെല്ലിൽ നിന്ന് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുള്ളൂ. പക്ഷെ 1 ഇലക്ട്രോൺ കൂടി വിട്ടുകൊടുക്കണം എങ്കിൽ മാത്രമേ Fe3+ ആവത്തുള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോണുകൾ ഇവിടെ നിന്നും വിട്ടുകൊടുത്തു,
പിന്നെ ഒരു ഇലക്ട്രോൺ ഈ 3d6 നിന്ന് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ അതെന്താവും 3d5 ആയി വരും. അപ്പോൾ Fe3+ സബ്സ്റ്റൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 3d5 എന്നിങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു എലമെന്റ് തന്നെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഇങ്ങനെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥകൾ കാണിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. The energy difference between the outermost s subshell and the penultimate d subshell is very small. ബാഹ്യതമ ഷെല്ലിലെ എസ് സബ് ഷെല്ലും അതിന് തൊട്ട് മുമ്പുള്ള ഡി സബ് ഷെല്ലും തമ്മിലുള്ള ഇലക്ട്രോണുകൾ തമ്മിലുള്ള എനർജിയുടെ വ്യത്യാസം വളരെ കുറവാണ്. എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. സോ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ഡി സബ് ഷെൽ ആൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഡി സബ് ഷെല്ലും കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ടാണ് ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥകൾ കാണിക്കുന്നത്. ആദ്യത്തെ കേസിൽ നോക്കിയാൽ Fe2+ ആകുമ്പോൾ അവിടെ എസ് സബ് ഷെല്ല് മാത്രമേ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തുള്ളൂ. അത് എസ് സബ് ഷെല്ലിൽ മാത്രമേ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുള്ളൂ. എന്നാൽ അനുകൂലമായ മറ്റൊരു സാഹചര്യം വന്നപ്പോൾ ഡി സബ് ഷെല്ലും കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഡി സബ് ഷെല്ലിൽ നിന്നും കൂടി ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവിടെ 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നത്. അപ്പോൾ ഡി സബ് ഷെൽ ഔട്ടർമോസ്റ്റ് എസ് സബ് ഷെല്ലും അതിന് തൊട്ട് മുമ്പുള്ള പെനാൾട്ടിമേറ്റ് ഡി സബ് ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, എനർജിയിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. So under suitable condition, D sub shell also take part in chemical reaction. This is why the D block elements show different oxidation. ഇതുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അയണിന്റെ കാര്യം പറഞ്ഞു, Feയുടെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ മാംഗനീസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരെണ്ണമാണ് മാംഗനീസ്. മാംഗനീസിന്റെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ ഉള്ളൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇലക്ട്രോണുകൾ നിറയുന്ന ഓർഡറിലല്ല ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുമ്പോൾ ആദ്യം വിട്ടുകൊടുക്കുന്ന ഏറ്റവും വെളിയിലുള്ള ഷെല്ലിൽ നിന്ന്, പിന്നെ അതിന്റെ തൊട്ട് മുന്നിലുള്ള ഷെല്ലിൽ നിന്ന് മാത്രമേ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നുള്ളൂ. ഇലക്ട്രോണുകൾ നിറയുന്ന ഓർഡറിൽ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യം മാത്രം അറിയിച്ചാൽ. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഡി ബ്ലോക്ക് എലമെന്റ് ഒരു പ്രത്യേകത പറഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെന്റിന്റെ ഇതെല്ലാം മാറും കഴിയും. ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് എപ്പോഴും കളേർഡ് കോമ്പൗണ്ട്സിനെ, കൂടുതലായിട്ടുള്ള കളേർഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സുകളായിരിക്കും. കളേർഡ് കോമ്പൗണ്ട്സ് നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കുന്നു ഡി ബ്ലോക്ക് എലമെന്റ്സ്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണ്? It is due to the presence of transition metal ions. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അയോണുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്, ട്രാൻസിഷൻ മെറ്റൽസിന്റെ അയോണുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് കളേർഡ് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കുന്നത്. അത്രേ ഉള്ളൂ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അയോണുകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അത് കളേർഡ് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കും. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതയാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഇവരെല്ലാം മെറ്റൽസ് ആയിരിക്കും. അതായത് മെറ്റാലിക് ആയിട്ട് കുറഞ്ഞു പോകുന്ന രീതിയായിരിക്കും. പിന്നെ നമ്മളത് കളേർഡ് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതുവരെ എസ് ബ്ലോക്കിന്റെ പീരീഡ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പഠിച്ചു, പി ബ്ലോക്കിന്റെ കണ്ടുപിടിക്കാൻ പഠിച്ചു, ഡി ബ്ലോക്കിന്റെ കണ്ടുപിടിക്കാം. എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണോ അത് തന്നെയായിരിക്കും എസ് ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് പി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 12 കൂട്ടുന്നതായിരിക്കും പി ബ്ലോക്കിലെ എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഡി ബ്ലോക്കിലെ എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഔട്ടർമോസ്റ്റ് എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും അതിന് തൊട്ട് മുമ്പുള്ള ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതായിരിക്കും ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എഫ് ബ്ലോക്കിന് നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനില്ല. എഫ് ബ്ലോക്കിന്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ പറയുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പൊ നമുക്ക് ഇനി എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അതിന് പ്രത്യേകമായിട്ട് ഗ്രൂപ്പ് നമ്പർ ഇല്ല. 6ാമത്തെയും 7ാമത്തെയും പീരീഡിലെ എലമെന്റ്സുകളുടെ തുടർച്ചയായിട്ടാണ് നമ്മുടെ എഫ് ബ്ലോക്കുകൾ. അവിടെ ചില പ്രത്യേക ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് അവരെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി താഴെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ 6ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിനെ, 6ാമത്തെ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ആ എഫ് ബ്ലോക്കിലെ ഏറ്റവും മുകളിലുള്ള ഗ്രൂപ്പിനെ, അത് 6ാമത്തെ പീരീഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ 6ാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്ന എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ ലാന്തനോയിഡുകൾ എന്നും 7ാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്ന എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ ആക്ടിനോയിഡുകൾ എന്നാണ് പറയുന്നത്. 6ാമത്തെ പീരീഡിലാണെങ്കിൽ ലാന്തനോയിഡ്, 7ാമത്തെ പീരീഡിലാണെങ്കിൽ
ആക്ടിനോയിഡുകൾ. അപ്പോൾ ഇവർക്ക് ചില പ്രത്യേകതകൾ ഉണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. ലൈക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സ്, എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ ഇതുവരെ പറഞ്ഞതിനകത്ത് പറഞ്ഞു ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സിജൻ കാണിക്കുക എന്ന് പറഞ്ഞല്ലോ, അതിന്റെ കാരണം വിശദീകരിച്ചു. അതുപോലെ തന്നെ ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് എലമെന്റും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ആന്റി പെനാൾട്ടിമേറ്റ് ഷെല്ലിലാണ്. നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞത് പെനാൾട്ടിമേറ്റ് ഷെൽ, അതായത് അവസാനത്തെ ഇലക്ട്രോണിന് തൊട്ട് മുൻപിലുള്ള അവസാനത്തെ ഷെല്ലിന് തൊട്ട് മുമ്പിലുള്ള ഷെല്ലിലാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത്. എന്നാൽ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ അവസാനത്തെ ഇലക്ട്രോണിന് മുന്നിലുള്ള അവസാനത്തെ ഷെല്ലിന് മുന്നിലുള്ള ഷെല്ലിലാണ്. അതായത് ഒരു ഷെല്ലിനോട്, അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പെനാൾട്ടിമേറ്റ് ഷെല്ലിലാണെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റിൽ ആന്റി പെനാൾട്ടിമേറ്റ് ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത്. അതായത് അവസാനത്തെ ഷെല്ലിന്റെ മുന്നിലുള്ള ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെ വ്യത്യസ്ത ഓക്സിജനാവസ്ഥകൾ കാണിക്കുന്ന ആളാണ് എഫ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദ ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. മിക്കവാറുമുള്ള എല്ലാ ആക്ടിനോയിഡുകളും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇതിലുള്ള എല്ലാ ആക്ടിനോയിഡും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. പിന്നെ ഈ ലാന്തനോയിഡ്സിലും ആക്ടിനോയിഡ്സിലും ഉൾപ്പെടുന്ന ചില എലമെന്റ്സ് ആണ് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയവയൊക്കെ. They are used as fuels in atomic reactors. അറ്റോമിക് റിയാക്ടറുകളിലൊക്കെ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ ഫ്യൂവലുകളായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ എഫ് ബ്ലോക്ക് എലമെന്റ്സുകളാണ് അല്ലെങ്കിൽ മൂലകങ്ങളാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ദേ ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയം വ്യവസായത്തിലൊക്കെ കാറ്റലിസ്റ്റ്, ഉൽപ്രേരകമായിട്ടൊക്കെ ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാല് പ്രത്യേകതകൾ പറഞ്ഞു. അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ആന്റി പെനാൾട്ടിമേറ്റ് ഷെല്ലിലാണെന്ന് പറഞ്ഞു. പിന്നെ ലൈക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സ് ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഡി ബ്ലോക്ക് എലമെന്റിനെ പോലെ വ്യത്യസ്ത ഓക്സിജനാവസ്ഥകൾ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മോസ്റ്റ് ഓഫ് ദ ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. കൂടുതൽ ആക്ടിനോയിഡ്സുകളും റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ചില എലമെന്റ്സ് ആണ് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഇവരൊക്കെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് ഇവിടെ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയിട്ടും ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനൊന്നും പ്രത്യേകമായിട്ടില്ല. അപ്പോൾ നമ്മൾ ആ 4 ഗ്രൂപ്പുകളുടെയും ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതും അതിന്റെ പ്രത്യേകതകളെല്ലാം ആണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞത്. അപ്പോൾ 1, 2, 3 പാർട്ടായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും നിങ്ങൾക്ക് ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള. അപ്പോൾ 1, 2, 3 ചാപ്റ്റർ നിങ്ങൾ കാണുകയാണെങ്കിൽ ആദ്യം ഒന്നാമത്തെ പാർട്ട് കണ്ടിട്ട് രണ്ടാമത്തെ പാർട്ട്, മൂന്നാമത്തെ പാർട്ട്, അങ്ങനെ ഓർഡറിൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് ക്ലിയർ ആവുകയുള്ളൂ. അതിന്റെ ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള വർക്കുകൾ ഇപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ബാക്കിയുള്ള വർക്കുകൾ അതിനകത്ത് എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ള വർക്കുകൾ സ്വയമായിട്ട് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. കുറേയൊക്കെ സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ഞാൻ വന്നിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇതിനിടയ്ക്കുള്ള സ്വന്തമായിട്ട് 30 എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ സ്വന്തമായിട്ട് എഴുതുക. അതിനകത്ത് പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റായിട്ട് വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 10ലെ കെമിസ്ട്രിയുടെ 1ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.